വന്നിരിക്കുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി ആയിട്ടാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓലക്കുടി എന്നുള്ള മീനാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ചെടുത്തിട്ട് പച്ചമുളകും കറിവേപ്പിലയും ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഉപ്പുകല്ലും കുടമ്പുള്ളിയും കൂടി വെള്ളം ഒഴിച്ചും വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് 4 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാതെ കൂടെ തന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഉലുവ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക മറ്റേ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് എണ്ണ തെളിയുന്നത് വരെ ഇളക്കുക. എന്നിട്ട് നല്ലൊരു പഴുത്ത തക്കാളിയും നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അതും ചേർക്കുക. അതിന്റെ കൂടെ തന്നെ കുടമ്പുളിയും ഉപ്പും കൂടി നമ്മൾ ചേർത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് മീനും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം അടച്ചു വെച്ച് തിളപ്പിക്കുക. ഞാൻ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ഉലുവപ്പൊടി കൂടി ഇടും കേട്ടോ. എനിക്ക് ഇന്ന് എന്റെ കയ്യിൽ ഉലുവപ്പൊടി തീർന്നുകൊണ്ട് ഇട്ടിട്ടില്ല. നല്ലോണം തിളച്ച് നല്ലതായിട്ട് കുറുകി എണ്ണ തെളിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം.